യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാജ് ലോകപ്രശസ്തമാണ്. യു.പിയിലെ സംഭാലിൽ ഒരിക്കൽ കൂടി ആ നിയമം നടപ്പാക്കുകയാണ് യു.പിയുടെ മുഖ്യമന്ത്രി. നിയമം നടപ്പാക്കുന്നതിൽ കടുകിടെ വിട്ടുവീഴ്ചയില്ലാത്ത യോഗി ആദിത്യനാഥ് ക്ഷേത്ര വസ്തുക്കൾ കയ്യേറി നിർമ്മിച്ച സംഭാലിലെ മുസ്ലിം വിഭാഗത്തിന്റെ വീടുകൾ ഒഴിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിയമം നടപ്പാക്കുമ്പോൾ സുപ്രീം കോടതിക്ക് പോലും യു.പി. സർക്കാരിനെ തടയാനായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. സംഭാലിൽ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് വഴക്കും കലാപവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യോഗിയുടെ നീക്കം കരിയില പോലും അനങ്ങാത്ത വിധമാണ്. നേരത്തെ കലാപമുണ്ടാക്കിയ മുഴുവൻ പ്രതികൾക്കുമെതിരെയുള്ള അന്വേഷണവും നടപടികളും ആരംഭിച്ചിരിക്കുന്നു. കലാപത്തിൽ പങ്കെടുത്ത പ്രതികളുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നു. അങ്ങനെ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന പ്രവൃത്തി ചെയ്യുന്ന എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ യു.പി. സർക്കാർ സംഭാലിൽ നടത്തുന്നത്. പുരാതന മന്ദിർ കണ്ടെത്തിയ പ്രദേശത്തെ മുസ്ലിം നിവാസികൾ ക്ഷേത്ര വസ്തുക്കൾ കയ്യേറി വീടുകൾ വച്ചിരുന്നു എന്ന് തെളിഞ്ഞിരുന്നു. ഇവിടെ നിന്നും കയ്യേറ്റക്കാർ ഒഴിഞ്ഞു പോകണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു. ജില്ലാ ഭരണകൂടം സ്ഥലത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും വ്യാപകമായ കയ്യേറ്റ വിരുദ്ധ യജ്ഞം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കയ്യേറിയെന്ന് കണ്ടെത്തിയിട്ടുള്ള കെട്ടിടങ്ങൾ തന്നെ ഇടിച്ചു നിരത്തുകയാണ് യു.പി. സർക്കാർ. പ്രദേശവാസികളായ മുസ്ലിം സമുദായക്കാർ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ സമ്മതിച്ചാൽ നമ്മുടെ വിലയേറിയ വസ്തുക്കൾ ഒന്നും തന്നെ നശിക്കില്ല, അല്ലെങ്കിൽ സർക്കാർ വന്ന് ഇടിച്ചു നിരത്തിയാൽ എല്ലാം പോകും. അതിനാൽ തന്നെ നിയമമനുസരിച്ചാൽ വലിയ നഷ്ടമുണ്ടാകില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. നമ്മുടെ വിലയേറിയ ചില വസ്തുക്കളെങ്കിലും നമുക്ക് ഈ രീതിയിൽ സംരക്ഷിക്കാൻ കഴിയും. പൊളിക്കൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ എല്ലാം തവിടുപൊടിയാകുമെന്നും ജനം പറയുന്നു. ഇത് തന്നെയാണ് യോഗി ആദിത്യനാഥ് ആഗ്രഹിക്കുന്നതും. ജനങ്ങൾ സ്വയം ഒഴിഞ്ഞു പോകണം. കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് പറഞ്ഞത്, നിങ്ങൾ ഹൈന്ദവ ക്ഷേത്രങ്ങൾ കയ്യേറിയാണ് നിങ്ങളുടെ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എത്രയും വേഗം അവിടുന്ന് ഒഴിഞ്ഞു പോകണം. നിങ്ങൾ മറ്റൊരു പ്രദേശത്തേക്ക് പോകണം. കാരണം സംഭാലിൽ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് യു.പി. സർക്കാർ. അതുകൊണ്ട് തന്നെ അണുവിട ഞങ്ങൾ അതിൽ നിന്ന് വ്യതിചലിക്കില്ല. നിങ്ങൾ എതിർത്താൽ നിങ്ങളുടെ സകലമാന ഇടപാടുകളും തീർക്കും. നിങ്ങൾ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളടക്കം എല്ലാത്തിനും ഞങ്ങൾ ഇടിച്ച് നിലം പരിശാക്കും. ഇത് തിരിച്ചറിഞ്ഞ ജനത ഇപ്പോൾ വലിയൊരു വിഭാഗം സ്വയം സംഭാലിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനിടെ 46 വർഷത്തിന് ശേഷം ശിവഹനുമാൻ ക്ഷേത്രം തുറന്നതിന് പിന്നാലെ സംഭാലിൽ മറ്റൊരു ക്ഷേത്രം കൂടി കണ്ടെത്തിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. രാധാകൃഷ്ണ ക്ഷേത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഹയാത്ത് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിക്ക് കീഴിലുള്ള ഒരു പുരാതനമായ വീടിനുള്ളിലാണ് ക്ഷേത്രം കണ്ടെത്തിയത്. സംഭാലിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് മറ്റൊരു ക്ഷേത്രവും കൂടി കണ്ടെത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. സരായിത്തരൻ പ്രദേശത്താണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ, കാലഹരണപ്പെട്ട നിലയിൽ, ശോചനീയമായ നിലയിൽ രാധാകൃഷ്ണ ക്ഷേത്രം കണ്ടെത്തിയത്. ഹനുമാനൊപ്പം ശ്രീകൃഷ്ണന്റെയും രാധയുടെയും വിഗ്രഹങ്ങളും ഈ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ക്ഷേത്ര പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങളും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും കോർപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. 1978 ശിവക്ഷേത്രം അടച്ചതിന് പിന്നാലെയാണ് ഈ ക്ഷേത്രവും അന്യാധീനപ്പെട്ടതെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ ദിവസം തുറന്ന ശിവക്ഷേത്രത്തിൽ പൂജ നടത്താനും ദർശനം നടത്താനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ ഇതിനകം തന്നെ ഈ ക്ഷേത്രങ്ങൾ ദർശിക്കാനായി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ ദിവസം തുറന്ന ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താനും ആരതി നടത്താനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് ഭരണകൂടം വ്യക്തമാക്കുകയാണ്. ശിവക്ഷേത്രത്തിന് സമീപം കണ്ടെത്തിയ കിണറിൽ നിന്ന് നിരവധി വിഗ്രഹങ്ങൾ കണ്ടെത്തിയെന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ഉത്തർപ്രദേശ് പവർ കോർപ്പറേഷൻ സംഭാലിലെ ന്യൂനപക്ഷ ആധിപത്യ പ്രദേശങ്ങളിൽ റെയ്ഡുകൾ തുടരുകയാണ്. നിയമവിരുദ്ധ കയ്യേറ്റങ്ങൾ കർശനമായി യോഗി സർക്കാർ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടുന്നു എന്നു വ്യക്തം. ശക്തമായ യോഗിയുടെ നിയമം നടപ്പാക്കലിൽ സുപ്രീം കോടതിയിൽ വന്ന കേസുകളിൽ പോലും ഒന്നും ചെയ്യാനായിട്ടില്ല. യോഗി നിയമം നടപ്പാക്കുമ്പോൾ കോടതിക്ക് പോലും ഒന്നും ചെയ്യാനാകുന്നില്ല എന്നതാണ് ഇപ്പോൾ യു.പിയിൽ കാണുന്ന അവസ്ഥ. അനധികൃത നിർമ്മാണം നടത്തിയെന്നാരോപിച്ച് അടുത്തിടെ നോട്ടീസ് നൽകിയ സമാജ്വാദി പാർട്ടി MP സിയാഉൾ റഹ്മാന്റെ വീട്ടിൽ ചൊവ്വാഴ്ച സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചു. ഇയാൾ വൻ വൈദ്യുതി മോഷണം നടത്തിയ കേസിൽ പെട്ടിരിക്കുകയാണിപ്പോൾ. അനധികൃത നിർമ്മാണം മാത്രമല്ല, റഹ്മാൻ വൈദ്യുതി മോഷണം നടത്തി 1.3 കോടി രൂപ പിഴയും വാങ്ങി. ASP ചന്ദ്ര പറയുന്നത് ഇപ്രകാരമാണ്: ജുമാ മസ്ജിദിന് സമീപമുള്ള സംഭാലിലെ ചില പ്രദേശങ്ങളിൽ മോഷണവിരുദ്ധ ഡ്രൈവുകൾ നടത്തുന്നതിന് വൈദ്യുതി വകുപ്പ് പോലീസിന്റെ സുരക്ഷ തേടി. ഡ്രൈവിനിടെ നിരവധി വീടുകളിൽ വൈദ്യുതി മോഷ്ടിക്കുന്നത് കണ്ടെത്തി. ക്രമസമാധാനം ഉറപ്പാക്കാൻ അധികാരികൾ കനത്ത പോലീസ് വിന്യാസം നിലനിർത്തിക്കൊണ്ട് ഭരണത്തിന്റെ കയ്യേറ്റ വിരുദ്ധ വൈദ്യുതി മോഷണ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. കോടതി ഉത്തരവിനിടെ നവംബർ 24-ന് സംഭാലിലുണ്ടായ അക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് കയ്യേറ്റ വിരുദ്ധ നീക്കം.
ജുമാ മസ്ജിദിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ സർവേയെ തുടർന്നുണ്ടായ അക്രമത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 20-ലധികം പോലീസുകാർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. മുഗൾ ഭരണകാലത്ത് തകർത്തതായി പറയപ്പെടുന്ന ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന അവകാശവാദത്തെ തുടർന്നാണ് സർവേ ആരംഭിച്ചത്. നവംബർ 29-ന് സർവേ ഉത്തരവിനെതിരായ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി അലഹബാദ് ഹൈക്കോടതി കേൾക്കുന്നതുവരെ പള്ളിക്കെതിരായ നടപടികൾ നിർത്തിവെക്കാൻ സംഭാൽ വിചാരണ കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മസ്ജിദിന് ചുറ്റുമുള്ള പഴയ ക്ഷേത്രത്തിന് സമീപം കണ്ടെത്തിയ കിണർ മുനിസിപ്പാലിറ്റി സീൽ ചെയ്തതായി പ്രദേശവാസികൾ തന്നെ പറയുന്നു. പള്ളിയുടെ പ്രവേശന കവാടത്തിന്റെ അരികിലാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. സ്ഥലത്ത് കനത്ത പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഭരണകൂടവും കിണറ്റിൽ കുഴിയെടുക്കൽ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. കിണർ മൂടി അതിനു മുകളിൽ ഒരു മാർബിൾ സ്ലാബ് സ്ഥാപിച്ചായിരുന്നു കയ്യേറ്റമെന്ന് പ്രദേശവാസി കൂട്ടിച്ചേർത്തു. ഷാഹി ജുമാ മസ്ജിദ് പ്രദേശത്തിന് ചുറ്റുമുള്ള കയ്യേറ്റ വിരുദ്ധ ഡ്രൈവിനിടെ പൂട്ടിയ വീടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന പുരാതന ശിവക്ഷേത്രം കണ്ടെത്തിയതിനു ശേഷമാണ് ഇതെല്ലാം ആരംഭിച്ചത്. 1978-ലെ മുസ്ലിം കലാപത്തിന് ശേഷം ഹിന്ദുക്കൾ ഉപേക്ഷിച്ച ഈ വീട് പതിറ്റാണ്ടുകളായി കയ്യേറ്റം ചെയ്യപ്പെട്ടിരുന്നു. തകർന്ന കെട്ടിടത്തിനുള്ളിൽ ഉദ്യോഗസ്ഥർ ഒരു ശിവലിംഗവും ഒരു ഹനുമാൻ പ്രതിമയും കണ്ടെത്തി. ക്ഷേത്രത്തിന് പുറത്ത് റാമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു പുരാതന കിണറും കണ്ടെത്തി. ക്ഷേത്രത്തിന്റെ പഴക്കം നിർണ്ണയിക്കാൻ കാർബൺ ഡേറ്റിംഗ് നടത്താൻ ASIയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കയ്യേറ്റത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുന്നതിനൊപ്പം ക്ഷേത്രം അതിന്റെ യഥാർത്ഥ ഉടമകൾക്ക് തിരികെ നൽകുന്നതിനും സ്വത്തിന്റെ ഉടമസ്ഥതയെക്കുറിച്ച് ഭരണകൂടം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും സമാനതകളില്ലാത്ത നടപടിയാണ് സംഭാലിൽ യോഗി ഭരണകൂടം നടത്തുന്നത്. 1978-ലെ കലാപത്തിന് ശേഷം ഹിന്ദുക്കൾ പൂർണ്ണമായും ഒഴിഞ്ഞുപോയ സംഭാലിലെ ക്ഷേത്രങ്ങളെല്ലാം പിടിച്ചെടുത്ത് അവിടെ മസ്ജിദ് നിർമ്മിക്കുന്നു. മറ്റ് ക്ഷേത്രങ്ങളെ തകർക്കുന്നു. വിഗ്രഹങ്ങൾ അടങ്ങിയ ക്ഷേത്രങ്ങൾ കാലങ്ങളോളം നശിച്ച് ദ്രവിച്ച അവസ്ഥയിലെത്തിയിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ചരിത്രം ഉറങ്ങിക്കിടന്ന സംഭാലിലെ മണ്ണിൽ നിന്ന് ശിവക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ക്ഷേത്രത്തിന് മുകളിലാണ് മസ്ജിദ് സ്ഥാപിച്ചതെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കണ്ടെത്തിയതോടുകൂടി അവിടെ കൂട്ടമായ ഒഴിപ്പിക്കൽ നടപടികളാണ് യോഗി സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. കയ്യേറ്റക്കാർക്ക് മാപ്പില്ല എന്ന് യോഗി സർക്കാർ കൃത്യമായി വ്യക്തമാക്കുകയാണ്. സുപ്രീം കോടതിക്ക് പോലും യോഗി സർക്കാരിൻ്റെ നടപടികളിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ള വിവരമാണിപ്പോൾ സംഭാലിൽ നിന്ന് നൽകാൻ കഴിയുന്നത്.